and the life. No one comes to the Father but by me. John chapter 14, verse 6. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിലേറ്റവും സ്നേഹമുള്ളവരെ, നാളെ നമ്മൾ ധ്യാനിക്കുന്നത് ശിശുവധത്തെക്കുറിച്ചാണ്. ഹെറോദേസ് ഈശോയുടെ ജനന വാർത്ത അറിഞ്ഞ് ഹെറോദേസും അദ്ദേഹത്തോടൊപ്പം ജെറുസലേം മുഴുവനും അസ്വസ്ഥമായി. ഹെറോദേസ് ഈശോയെ കൊല്ലാൻ തീരുമാനിച്ചു. ജ്ഞാനികൾ ഹെറോദേസിനോട് പറഞ്ഞു, കിഴക്കൊരു നക്ഷത്രം കണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾ യഹൂദരുടെ രാജാവായി ജനിച്ചവനെ കാണാനാണ് വന്നത്. ഇത് കേട്ടപ്പോൾ ഹെറോദേസ് വിചാരിച്ചു, എന്നെ കൂടാതെ മറ്റൊരു രാജാവ്. ഹെറോദേസ് കൗശലപൂർവ്വം ജ്ഞാനികളോട് പറഞ്ഞു, നിങ്ങൾ പോയി അവനെ ആരാധിച്ചിട്ട് തിരിച്ചിതുവഴി വരണം, ഞാനും പോയി അവനെ ആരാധിക്കട്ടെ. അങ്ങനെ ജ്ഞാനികൾ ഹെറോദേസിൻ്റെ അടുത്ത് നിന്ന് പോയി. പക്ഷെ സ്വപ്നത്തിൽ കിട്ടിയ ദർശനമനുസരിച്ച് ജ്ഞാനികൾ വേറൊരു വഴിയെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഹെറോദേസിന് മനസ്സിലായി, ജ്ഞാനികൾ ശിശുവിനെ കണ്ട് വേറെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്, അവർ എന്നെ പറ്റിച്ചു. ഇത് കണ്ട് കലിപൂണ്ട ഹെറോദേസ് ആ നാട്ടിൽ ബേത്ലഹേമിലെ ആ താഴ്വരയിലുള്ള വീട്ടിലെ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. ഈ ഹെറോദേസിൻ്റെ ഈ കൊലയെക്കുറിച്ച് അറിഞ്ഞ് ദൈവം അറിയിച്ചതനുസരിച്ച് തിരുക്കുടുംബം എവിടെ പോയി? ഈജിപ്തിലേക്ക് പോയി അവിടെ താമസിച്ചു. നമ്മുടെ ധ്യാന വിഷയം ഇതാണ്. ഈ ഹെറോദേസ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത്രയും കാലം യേശു കുഞ്ഞിന് ഈ ഭൂമിയിൽ, ഈ നസ്രത്തിൽ അല്ലെങ്കിൽ ബത്ലഹേമിൽ ജീവിക്കാനാവില്ല. ഹെറോദേസ് യേശു ജനിക്കുമ്പോൾ അതേപോലെ തന്നെ യേശുവിൻ്റെ ശുശ്രൂഷകളെ തകർക്കാൻ ഈ ഭൂമിയിൽ സാത്താൻ ഒരുക്കുന്ന ശക്തിയുടെ പേരാണ് ഹെറോദേസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മീയമായ ഒരു ജ്ഞാനം നമുക്ക് വേണം. എവിടെ ഒരു ദൈവിക ശുശ്രൂഷ ഉയരുമോ അവിടെ ഹെറോദേസുമാരുയരും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. പുതിയൊരു വർഷം നമ്മളൊരു തീരുമാനമെടുക്കുകയാണ്. വൈകിട്ട് 6:30 വീട്ടിൽ പ്രാർത്ഥനാപ്പായ വിരിയിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ അയൽപക്കത്തെ വീട്ടിൽ 6:15 ഉച്ചത്തിൽ സീരിയല് പ്രവർത്തിക്കാൻ തുടങ്ങും. എവിടെ ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷ ഒരുങ്ങുമോ അപ്പുറത്ത് തന്നെ ഒരു ഹെറോദേസ് യേശു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഞെരിച്ചു കൊല്ലാൻ ഒരുങ്ങും. ഇത് ലോകത്തിൻ്റെ ആത്മീയ ജ്ഞാനം മനസ്സിലാക്കുന്നവർക്ക് ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പെരുന്നാൾ നടത്താൻ തടസ്സമുണ്ടാവില്ല. നമുക്ക് ക്രിസ്മസ് കരോളുകൾ വീടുകളിൽ പാടാൻ തടസ്സമുണ്ടാവില്ല. നമുക്ക് വിവാഹത്തിന് വൈകുന്നേരം പാർട്ടി നടത്താൻ തടസ്സമുണ്ടാവില്ല. സിനിമയ്ക്ക് പോകാനും സർക്കസിന് പോകാനും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി. ഒരു തടസ്സവും ട്രാഫിക്കുമില്ലാതെ നമ്മളവിടെ എത്തിച്ചേരും. പക്ഷേ നമ്മളൊരു അഖണ്ഡ ജപമാലയോ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയോ ഒരാരാധനയോ ദേവാലയത്തിൽ ഒരുക്കുമ്പോൾ അതിന് 100 കൂട്ടം തടസ്സങ്ങൾ പരിസരത്ത് ഉണ്ടാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ഫലം മനസ്സിലാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിളിൽ എപ്പോഴും പറഞ്ഞു തരുന്നൊരു പാഠമാണ്, എവിടെ ഒരു യേശു ജനിക്കുന്നുവോ, എവിടെ ഒരു വ്യക്തി തിന്മയിൽ നിന്ന് വഴിമാറി നടക്കാൻ ആഗ്രഹിക്കുന്നുവോ, എവിടെ ഒരു വ്യക്തി കുറെ കൂടി വചന ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്നുവോ,
അവിടെ എതിർ ശക്തി രൂപപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളിൽ ഈ എതിർശക്തിയെ നേരിടുന്നത് രണ്ട് രീതിയിലാണ്. ഈ രണ്ട് മർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ രീതി, ഇപ്രകാരം ഒരു തിന്മയുടെ ശക്തി ഉണ്ട് എന്നറിഞ്ഞ് നേരിടാൻ അന്നേരം തന്നെ ഇറങ്ങിത്തിരിക്കണം. വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ ചിത്രം നമ്മൾ കാണുമ്പോൾ ഒരു പാമ്പിനെ സഹദ കുത്തിക്കൊല്ലുന്ന ചിത്രമല്ല കാണേണ്ടത്. ഈ ചിത്രത്തിൻ്റെ പിന്നിൽ കാണേണ്ടത് എൻ്റെ മനസ്സിൽ പിശാചുമായി ഉണ്ടാകുന്ന ഒരു പോരാട്ടത്തിൻ്റെ ചിത്രമാണ്. മിഖായേൽ ദൂതൻ്റെ ചിത്രം കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജഡവുമായി നടത്തേണ്ട പോരാട്ടത്തിൻ്റെ ചിത്രമാണ്. പിശാച് എന്നെ, എൻ്റെ ആത്മാവിനെ വലക്കണിയിൽ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഞാൻ നടത്തുന്ന ആത്മീയ യുദ്ധത്തെക്കുറിച്ചുള്ള ചിത്രമാണ് ഈ സഹദയുടെ രൂപം നമുക്ക് പറഞ്ഞു തരേണ്ടത്. സഹദയുടെ ഈ രൂപം കാണുമ്പോൾ നമ്മൾ കരുതരുത് അന്നത്തെ കാലത്തെ ഒരു വ്യാളി, ഒരു വലിയ പാമ്പ്, അന്ന് ആ പാമ്പിനെ സഹദ കൊന്നു. അതല്ല, ദൈവം സഹദയുടെ ചിത്രം നമുക്ക് തരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉള്ളിൽ, നിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ തിന്മയുമായി സമരസപ്പെടാതെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ചിത്രമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനെ കണ്ടാൽ അന്നേരെ കൊന്നേക്കണം. ഇതാണ് ബൈബിളിൻ്റെ ഒന്നാമത്തെ രീതി. അതുകൊണ്ടാണ് ഈ അശുദ്ധ ചിന്തകൾ തലയ്ക്ക് മീതെ പോകുമ്പോൾ അന്നേരം തന്നെ നോ എന്ന് പറയാൻ, അതിനെതിരെ പോരാടാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതാണ് പിശാചിനെ അന്നേരെ പരാജയപ്പെടുത്തുന്ന രീതി. ഇതാണ് ബൈബിളിൻ്റെ ഒന്നാമത്തെ രീതി. നാം ഒരു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, നാം ഒരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ, നാം ദൈവത്തോടൊരുപടി അടുക്കുമ്പോൾ അന്നേരം ഒരു തടസ്സമുണ്ടാകും. ആ തടസ്സത്തെ ആ നിമിഷം തന്നെ നമ്മൾ നേരിടണം വചനം കൊണ്ട്. അതാണ് ഈശോ പ്രലോഭനത്തിൻ്റെ മരുഭൂമിയിൽ നമുക്ക് തരുന്ന പാഠം. പിശാച് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പിശാച് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് വെള്ളാരം കല്ലുകൾ വെള്ളയപ്പമാക്കി വട്ടയപ്പമാക്കി കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഈശോ വചനം കൊണ്ട് അവനെ നേരിട്ടിട്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിലെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്, പോടാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം തന്നെ ഇതിനെ നേരിടണം. തലയ്ക്ക് മീതെ പറവകൾ പറക്കും. പക്ഷേ ഈ പറവകൾ, കുരുവികൾ നമ്മുടെ തലയ്ക്കുള്ളിൽ കൂട് കെട്ടുന്നെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. ഈ തലയ്ക്ക് മീതെ പല അശുദ്ധ ചിന്തകളും തലയിലൂടെ നടക്കും. പക്ഷേ ഇതിനെ എൻ്റെ ഹൃദയത്തിൽ കൂട് കെട്ടാൻ ഞാൻ അനുവദിച്ചാൽ പിശാചിന് നാം അടിമപ്പെടുകയാണ്. അതുകൊണ്ട് ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിൽ അമാന്തം വരുത്തരുത്. അതാണ് ഒന്നാമത്തെ പാഠം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു യേശു കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ ഒരു ശത്രു നമ്മുടെ പരിസരത്ത് ജനിക്കും. ഒന്ന്, ഈ ശത്രുവിനെ കുറിച്ച് ബോധമുണ്ടാകണം. അവൻ തരുന്ന കണികളെ അന്നേരം ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സിൽ വെച്ച് താമസിപ്പിക്കാനോ താലോലിക്കാനോ ഇടവരരുത്. അതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടിൽ തന്നെ, ബൈബിൾ എഴുതുന്ന കാലഘട്ടത്തിൽ തന്നെ, പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ പിശാചിനെ, കാനാൻകാരുടെ ദേവീ സങ്കല്പമാണ് പിശാച്, പിശാചിനെ സർപ്പമായിട്ടാണ് അവതരിപ്പിക്കുക. ഹവ്വായുടെ അടുത്തേക്ക് സർപ്പം വന്നു എന്ന് പറയുമ്പോൾ ഈ ചിന്തകൾ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ഇറ്റ് ക്രീപ്സ് ഇൻ ടു യുവർ മൈൻഡ്. അത് നമ്മുടെ മനസ്സിലേക്ക് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് കയറും. നാം അവസരം കൊടുക്കുമ്പോൾ അത് അളകൂട്ടുന്നത് നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത, ശത്രുവിനോട് അന്നേരം തന്നെ നേരിടുക. ഒരു പ്രലോഭനമുണ്ടായാൽ നോ പറയാനുള്ള ധൈര്യം കാട്ടുക. ഒരു പാപത്തിന് സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഒരു വ്യക്തി നമ്മളെ പാപത്തിന് പ്രേരിപ്പിക്കുമ്പോൾ, ഒരു ജീവിത സാഹചര്യം നമ്മളെ വഞ്ചനയ്ക്കും ചതിക്കും അനീതിക്കും നമ്മളെ ക്ഷണിക്കുമ്പോൾ
നോ. ഒരു കൂട്ടുകാരൻ നമ്മളെ മദ്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നോ. ഇത് പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ സാധിക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമതൊരു രീതിയാണ് നാം ഇപ്പോൾ പറഞ്ഞു കേട്ട ഹെറോദേസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിശുവധവുമായി ബന്ധപ്പെട്ട പാഠം എന്താണെന്നറിയാമോ? യേശു കുഞ്ഞ് ഈജിപ്തിൽ പോയി താമസിച്ചു. ഇവിടെ ഒരു ഹെറോദേസ് ശിശുക്കളെ കൊന്ന് കിരാതമായി അവൻ്റെ ശത്രു സംഹാരം അവനിങ്ങനെ തുടർന്നപ്പോൾ യേശു കുഞ്ഞ് എവിടെ പോയെന്നറിയാമോ? ഹെറോദേസിൽ പോയി ഈജിപ്തിൽ പോയി താമസിച്ചു. എന്നിട്ട് ഈ ഹെറോദേസ് മരിച്ചതിന് ശേഷമാണ് ഈജിപ്തിൽ നിന്ന് ഈ കുഞ്ഞ് തിരികെ വരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ആത്മീയതയുടെ രണ്ടാമത്തെ ഒരു മർമ്മം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മർമ്മം ബൈബിൾ പഠിപ്പിക്കുക. ചില ഹെറോദേസുമാർ സ്വാഭാവികമായി നമുക്കെതിരെ നിൽക്കുന്നവർ ജീവിച്ച് പൂർണ്ണപ്രായമെത്തി പ്രായത്തിൻ്റെ ആധിക്യത്തിൽ പ്രായം ചെന്ന് താനേ മരിക്കും. താനേ മരിക്കുന്നതുവരെ മാറി നിൽക്കാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഹെറോദേസുമാരും പെട്ടെന്ന് എല്ലാ ഹെറോദേസുമാരെയും നമ്മൾ നേരിടേണ്ടവരല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തെ കശക്കിയെറിയുന്ന ചില ആളുകൾ എത്ര ശ്രമിച്ചിട്ടും ഈ തിന്മ, ഈ വ്യക്തി, ഈ ദുഷ്ടത നമ്മുടെ വീട്ടിൽ നിന്ന്, പരിസരത്തിൽ നിന്ന്, കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ വിട്ടുപോകുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിരന്തരം യുദ്ധം ചെയ്ത് ജീവിക്കാനല്ല അവിടെ, മറിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ജ്ഞാനം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സിലായവർ പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ആത്മാവിൻ്റെ രണ്ടാമത്തെ പാഠമാണ്. എല്ലാ ഹെറോദേസുമാരും പെട്ടെന്ന് നമ്മെ വിട്ടുപോവില്ല. നമ്മളെ നിരന്തരം പ്രതിസന്ധികളിലേക്ക് തള്ളിയിടുന്ന ചില ആളുകൾ ആരോഗ്യത്തോടെ ജീവിക്കും. ചില തിന്മയുടെ ശക്തികൾ പ്രബലമായി നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ചോദിക്കും, ദൈവമേ എന്തുകൊണ്ടിങ്ങനെ? എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എന്തേ ദൈവമേ ഒരു മാറ്റം ഉണ്ടാകണില്ലല്ലോ? എത്ര പ്രാർത്ഥിച്ചിട്ടും എന്തേ ഇതിനൊരു തീരുമാനമുണ്ടാകാത്തെ? പ്രിയപ്പെട്ടവരെ, ചില ക്രൈസിസുകൾ അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി താനേ നമ്മെ വിട്ടുപോകാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെ നീ ഒളിച്ചു താമസിക്കേണ്ട, രഹസ്യത്തിൽ താമസിക്കേണ്ട സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമയം ഈജിപ്തിൽ നിന്ന് നീ വന്ന് ഈ ഹെറോദേസിനോട് യുദ്ധം ചെയ്യാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആത്മീയ ജ്ഞാനം നമുക്ക് വേണം. ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളും വെറുതെ പോരാടി യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് മനസ്സ് തളർന്ന് കഴിയുന്ന ആളുകൾ. എന്നാൽ ചില ആളുകളെ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നവർ. അവര് ആരാധന ചാപ്പലിൽ വന്ന് ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് വന്നിരുന്ന കർത്താവിനോട് പറയും, ഒതുങ്ങിയിരിക്കും, രഹസ്യത്തിലിരിക്കും, കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കും. അവര് മാറിയിരുന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു ജ്ഞാനം എന്തിനാണെന്നറിയാമോ? ഹെറോദേസ് താനേ ഈ ഭൂമി വിട്ടുപോകുന്നിടം വരെ ആ ഒരു കാലയളവിൽ നാം ഒഴിഞ്ഞു മാറിയിരിക്കാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില കേസുകളൊന്നും നമ്മൾ അത്ര പെട്ടെന്നൊന്നും വിട്ടുപോയില്ല. നമ്മൾ അവരോട് യുദ്ധം ചെയ്തത് കൊണ്ടോ, അവർക്കെതിരെ ബന്ധന പ്രാർത്ഥന നടത്തിയത് കൊണ്ടോ, അവർക്കെതിരെ വിടുതൽ പ്രാർത്ഥന നടത്തിയത് കൊണ്ടോ ഒന്നും പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇത് തിരിച്ചറിയാനുള്ള ജ്ഞാനം നമുക്ക് വേണം. ഇതെങ്ങനെയാണ് നാം തിരിച്ചറിയുക? അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ ആരാധന പൂർത്തിയാക്കാം. ഈ ഹെറോദേസിനെ നാം നേരിടേണ്ട ഹെറോദേസാണോ,
പെട്ടെന്ന് എതിരിടേണ്ട, പോരാടി തോൽപ്പിക്കേണ്ട ഹെറോദേസാണോ? അതോ ഈ ഹെറോദേസ് താനേ മരിക്കുന്നത് വരെ ഈജിപ്തിൽ ഞാൻ മാറിയിരിക്കേണ്ടവനാണോ? ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഞാൻ നേരിടേണ്ടത്? ഇതെങ്ങനെ നാം മനസ്സിലാക്കണം? ഇത് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാണ് ബൈബിളിൽ ഒരു ശുശ്രൂഷ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയുടെ പേരാണ് വിളിച്ചപേക്ഷിക്കുന്ന ശുശ്രൂഷ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു കടമുണ്ടായി, ഒരു ക്രൈസിസ് ഉണ്ടായി, നാം തൊടുന്നതൊന്നും ശരിയാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പെട്ടെന്നൊരു അപകടമുണ്ടായി. ഈ അപകടത്തെ, ഈ പ്രതിസന്ധിയെ, ഈ പിശാചൊരുക്കിയ കെണിയെ അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തെ നാം എങ്ങനെ നേരിടണം? ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണോ? അതോ ഈ പിശാചിനോട് നേരിടണോ? അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ നാം യുദ്ധം ചെയ്ത് തോൽപ്പിക്കണോ എന്ന് നമുക്ക് മനസ്സിലാകണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്നൊരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. എനിക്ക് പരിചയമുള്ള ഒരാൾ, വളരെ ശാന്തനായ, വളരെ കാര്യഗൗരവമുള്ള, വിദ്യാഭ്യാസമുള്ള, അനേക ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരാൾ. അദ്ദേഹം കുറച്ചു നാളായിട്ട് അദ്ദേഹം ശുശ്രൂഷയിലൊന്നുമില്ലാതിരുന്ന സമയം ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു, എന്താ ഇപ്പോൾ ഒന്നും കാണാത്തത്? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാൻ വളരെ വളരെ തന്മയത്വത്തോടുകൂടി വിശുദ്ധിയോടും ഒരുക്കത്തോടുമാണ് എൻ്റെ ശുശ്രൂഷകളെല്ലാം നടത്താറുള്ളത്. പക്ഷെ ഒരു ദിവസത്തെ ഒരു ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനാവാത്ത വിധം ഞാൻ പൊട്ടിത്തെറിച്ചു പോയെന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എവിടെ നിന്നാണ് ഈ കോപം വന്നത്. എൻ്റെ കൂടെയുള്ളവർ മുഴുവനും വിറങ്ങലിച്ച് നിന്നുപോയി. ശുശ്രൂഷ നടക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ഈ മനുഷ്യൻ പൊട്ടിത്തെറിച്ചു. പിന്നീട് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇനിയും ശുശ്രൂഷയ്ക്ക് യോഗ്യനല്ല, ഞാൻ കുറേ നാളത്തേക്ക് മാറി നിൽക്കണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ സഹോദര, അങ്ങയുടെ ഈ രീതി, പെട്ടെന്നുണ്ടായ ഈ ക്ഷോഭം, ഇതങ്ങയ്ക്ക് മുറിവുണ്ടാക്കി ശരിയാണ്. പക്ഷേ അതുമൂലം അങ്ങ് ശുശ്രൂഷയിൽ നിന്ന് മാറി നിന്നാൽ ദൈവം മോചിപ്പിച്ചെടുക്കാൻ, ആത്മാക്കളെ നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പല ആളുകളുടെയും ആത്മാക്കൾ ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടാതെ പോകും. അതുകൊണ്ട് അതിനുള്ള പരിഹാരം ഇതല്ല, അങ്ങ് മാറി നിൽക്കുന്നതല്ല, മറിച്ച് അങ്ങ് ഇതിനെ നേരിടണം. അപ്പം അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് അച്ഛാ? ഇനിയും ഇതുപോലെ ശുശ്രൂഷകൾ നടക്കുന്നതിനിടയിൽ ഞാൻ പൊട്ടിത്തെറിച്ചാലോ, ഞാൻ ക്ഷോഭിച്ചാലോ, ഈ പ്രലോഭനത്തെ എങ്ങനെ എനിക്ക് നേരിടണം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. സഹോദരൻ്റെ മനസ്സിൻ്റെ അണിയത്ത് ക്രിസ്തു ഉറങ്ങുന്നുണ്ട്. അവൻ ഉണർന്നാൽ ഈ തിരകൾ ശാന്തമാകും. ഈ തിരകൾക്ക് കാരണം, ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിന് കാരണം നമ്മുടെ ഈ നൗകയെ കീഴ്മേൽ മറിക്കുക എന്നുള്ള തിന്മയുടെ ശക്തിയാണ്. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ ക്രിസ്തുവിനെ വിളിച്ചുണർത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പാവപ്പെട്ട മനുഷ്യരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കുറവ് കോപിക്കുക, ദേഷ്യപ്പെടുക, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ക്ഷോഭിക്കുക, ബന്ധം മുറിച്ച് കളയുക. അല്ലാത്ത കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഗബ്രിയേൽ മാലാഖയുടെ കുഞ്ഞാങ്ങളമാരും പെങ്ങന്മാരും ഒക്കെ ആയിട്ടാണ് കഴിയുക. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം, പെട്ടെന്ന് നാം റിയാക്ട് ചെയ്യുന്നു. പ്രോ ആക്റ്റീവ് ആകേണ്ട നമ്മൾ റിയാക്റ്റീവ് ആകും. ഇതുമൂലം നമുക്ക് പിന്നീട് മനസ്സ് മുറിഞ്ഞു പോകുന്നു, പ്രാർത്ഥിക്കാൻ പറ്റാതാകുന്നു, ബന്ധം മുറിയുന്നു, മൗനമാകുന്നു, നമ്മുടെ മനസ്സ് കനക്കുന്നു, നമ്മുടെ കണ്ണ് നിറയുന്നു, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നീട് ഒരു കാര്യം ചെയ്യാൻ എനർജിയില്ല, മരണവീട് കണക്കെയാകുന്നു. നമുക്ക് ഫോൺ എടുക്കാനും തോന്നുന്നില്ല, ആളുകളെ വിളിക്കാനും തോന്നുന്നില്ല. ഈ ബന്ധം മുറിഞ്ഞു കഴിയുമ്പോൾ ഈ തിരകളിൽ ഈ കുഞ്ഞു നൗക കീഴ്മേൽ മറിഞ്ഞു. ഗലീലി കടലിലൂടെ ഈശോയുമായി ശിഷ്യന്മാർ പോകുമ്പോൾ ഈശോ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഇവരുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് തിരകളുണ്ടായി. പെട്ടെന്നാണ് ഉണ്ടായത്.
അവർക്ക് മനസ്സിലായി ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് അൺകൺട്രോളബിൾ. എനിക്ക് നിന്റെ നിയന്ത്രണത്തിലും വരുതിയിലും പറ്റുന്നില്ല. ഇത് എങ്ങനെ ഞാനിതിനെ നേരിടും? പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനെ ഉണർത്തുക. അതുകൊണ്ടാണ് ബൈബിളിൽ ബർത്തമയൂസ് എന്ന് പറയുന്നൊരു അന്ധയാചകനുണ്ട്. ദൈവമാണ് എൻ്റെ സഹായം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തെമയൂസിൻ്റെ മകൻ ബർത്തമയൂസ്. അവൻ വഴിയരികിലിരുന്ന് അന്ധയാചകൻ ഭിക്ഷയെടുക്കുകയാണ്. ആളുകളുടെ കാലനക്കം കേട്ടപ്പോൾ അവൻ ആരെയോ വിളിച്ചു ചോദിച്ചു, ആരാത്? മുന്നേ പോയൊരു പറഞ്ഞു, മിണ്ടരുത്, നസറേന യേശുവ, മിണ്ടരുത്. അവൻ വിളിക്കാൻ തുടങ്ങി, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ആളുകൾ പറഞ്ഞു, മിണ്ടാടാ, മിണ്ടന്നടാ. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ. ഈശോ ചോദിച്ചു, ആരത്? ആൾക്കാർ പറഞ്ഞു, ഓ, മൈൻഡ് ചെയ്യേണ്ട, ഒരു കണ്ണുപൊട്ടനാ, ഒരു കണ്ണുപൊട്ടനാ. തോർത്തു വരിച്ച് 5-6 തൊട്ടുകൾ കിട്ടുന്നതിൻ്റെ ആ കിലുക്കം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവൻ. അവന് മനസ്സിലായി, ഇവനാണ് കാഴ്ച തരുന്നവൻ. ഇവൻ ഈ വഴി കടന്നു പോയാൽ ഇവൻ്റെ ജീവിതത്തിൽ പിന്നൊരു സാധ്യതയില്ല. ഈ അവസരം പാഴാക്കിക്കൂടാ. ഈശോ എൻ്റെ വഴി കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പിന്നെ ഒരു സാധ്യതയില്ല കാഴ്ചയ്ക്ക്. അവന് മനസ്സിലായി, ഈ സമയം, ഇപ്പോ അനുവദിച്ചു തന്നിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഇത് വിട്ടുകൊടുത്തുകൂടാ. അവൻ ഒരൊറ്റ മനുഷ്യനെ മൈൻഡ് ചെയ്തില്ല. അവൻ ചാടി എഴുന്നേറ്റ് ഉച്ചത്തിൽ വിളിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. സഡൻ ബ്രേക്ക് ഇട്ട പോലെ ഈശോ നിന്നു. അവനെ വിളിക്കാൻ പറഞ്ഞു. ആളുകളുടെ മനോഭാവം മാറി. ഒരുന്ന് പറഞ്ഞിട്ടാ, യേശു നിന്നെ വിളിക്കുന്നതാ. അവൻ പുറകുപ്പായം ദൂരെ എറിഞ്ഞ് എടുത്ത് ചാടി ഈശോയുടെ മുമ്പിൽ വന്നപ്പോ ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ ഈ അന്ധനോട് അങ്ങനെ ചോദിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ധ്യയിൽ, ഈ 2023 അവസാനത്തെ ചൊവ്വാഴ്ചയും അവൻ ഇത് തന്നെ എന്നോട് നിങ്ങളോട് ചോദിക്കും, മോനെ, മോളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഈ അന്ധൻ, കുരുടൻ വിളിച്ചപേക്ഷിച്ചു, ഈ വഴിയിൽ എൻ്റെ ദൈവത്തെ ഉണർത്തണം, അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം. ഈ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്നവനെ ശിഷ്യന്മാർ വിളിച്ചുണർത്തിയതുപോലെ, പ്രിയപ്പെട്ടവരെ, അവനെ ഉണർത്തിയാൽ ഈ തിരയിളക്കങ്ങൾ ശാന്തമാകും. അവൻ നിനക്ക് കാഴ്ച തരും. ഇതാണ് ബൈബിളിൻ്റെ പാഠം, ഇതാണ് സുവിശേഷം. വേറെ കുറുക്കു വഴികളില്ല പുതിയ നിയമത്തിൽ. ഇതിനു വേണ്ടി പ്രത്യേകം ശ്വാസോച്ഛ്വാസം എടുത്ത് യോഗ ചെയ്ത് നമ്മളിങ്ങനെ വ്യായാമം, എക്സസൈസ് ഒന്നും ചെയ്യാൻ പറയുന്നില്ല. ബൈബിളിൽ ഒറ്റ കാര്യമേ, യേശുവിനെ ഉണർത്തുക. ഹൃദയത്തിൻ്റെ അമരത്തവനുണ്ട്, അവനെ ഒന്ന് ഉണർത്തി കിട്ടിയാലുണ്ടല്ലോ, ഇതാണ് ജീവിതത്തിൻ്റെ വിജയം. അവൻ ഉണർന്നു കിട്ടിയാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ ജീവിതത്തിൽ. അവൻ ഹൃദയത്തിൽ ഉണർന്നു കിട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും, അവൻ പിന്നെ പ്രവർത്തിക്കും. അവൻ അറിയാം, ഈ പ്രതിസന്ധിയിൽ, ഈ പ്രലോഭനത്തിൽ എൻ്റെ കുഞ്ഞ് യുദ്ധം ചെയ്യണോ അതോ ഒഴിഞ്ഞു മാറിയിരുന്ന് പ്രാർത്ഥിക്കണോ? ജീവിതത്തിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ, ഒരു കടം വരുമ്പോൾ, ഒരു തളർച്ച വരുമ്പോൾ ഇതിനെ നേരിടാനുള്ള പ്രാഗൽഭ്യവും ജ്ഞാനവും അറിവും അവൻ പറഞ്ഞു തരും. അല്ലെങ്കിൽ അവൻ പറഞ്ഞു തരും, മോനെ, സമയമായിട്ടില്ല, മോളെ, മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. ഈ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അവൻ അതിനെ നേരിടാനുള്ള കഴിവും പ്രാപ്തിയും ബലവും ശക്തിയും ജ്ഞാനവും കരുത്തും നിനക്ക് തരും. അവൻ കൂടെ നിന്ന് യുദ്ധം ചെയ്യും. ഇല്ലെങ്കിൽ അവൻ പറയും,
സമയമായിട്ടില്ല, ഈ ഹെറോദേസ് താനേ മരിക്കുന്നതുവരെ മുമ്മാറി എന്ന് പ്രാർത്ഥിക്കും. ആ കാലയളവ് പൂർത്തിയാകുമ്പോൾ കൃത്യമായി ദൈവം നിന്നെ ഈ ഭൂമിയിൽ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈശോയെ ഉണർത്തേണ്ടത്. അവൻ പ്രവർത്തിച്ചുകൊള്ളൂ. ശിഷ്യന്മാർ അന്താളിച്ചു പോയി. അവർ നോക്കിയപ്പോൾ കാറ്റും കടലും പോലും അവൻ പറയുന്നത് കേട്ട് ശാന്തമാകുന്നു. പ്രകൃതിയുടെ സകല നിയമങ്ങളും അവൻ്റെ കൺട്രോളിലാണ്. നിനക്കെതിരെ നിൽക്കുന്ന സകല പ്രകൃതിയുടെ ശക്തികളും അവൻ്റെ കസ്റ്റഡിയിലാണെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് പുതിയൊരു വർഷം അവനെ കൂടെ നിർത്തി നമ്മൾ കൊണ്ട് നടക്കണം. അവനെ വിളിച്ചുണർത്താൻ മടിക്കരുത്. അവൻ ഉണർന്നു കിട്ടിയാൽ അങ്ങനെ ഒരു ലൈഫുണ്ട്. ആനന്ദത്തിൻ്റെ ഒരു ജീവിതമാണത്. അവൻ ഏറ്റെടുക്കുന്നൊരു ജീവിതമാണ്. അവൻ്റെ ഹൃദയത്തിൽ ഉണർന്നു കിട്ടിയാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അവൻ പറഞ്ഞു തരും ഓരോ ചുവട്ടടിയിലും എങ്ങനെ നീങ്ങണമെന്ന്, ഓരോ കാര്യവും എങ്ങനെ നടത്തണമെന്ന് അവൻ കൂടെ നിന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് ഈ ആരാധനയിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിലൊന്ന് ഉണരണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നും നമ്മളെ ഉപദ്രവിക്കാൻ അവൻ അനുവദിക്കില്ല. ലൂക്ക 10:19, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. സക്കറിയ 9:8, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും, ഒരു മർദ്ദകനും ഇനി അവരെ ഉപദ്രവിക്കില്ല, എൻ്റെ കണ്ണവരുടെ മേലുണ്ടായിരിക്കും. ഈ പ്രോമിസൊക്കെ ദൈവം വെറുതെ പറഞ്ഞതല്ല. അവനെ ഉണർത്തി കിട്ടിയാൽ, അവൻ എൻ്റെ ഹൃദയത്തിലൊന്ന് ഉണർന്നാൽ, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിച്ചു കിട്ടിയാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആശീർവാദം നമ്മൾ ഒരുക്കി സ്വീകരിക്കാം. കർത്താവിനെ ഉണർത്തി എൻ്റെ ഹൃദയത്തിൽ തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം.